പ്രകൃതി രമണീയമായ സഹ്യന്റെ മടിത്തട്ടിൽ കുന്നിൻ ചെരുവുകളും കുറുമാലിപ്പുഴയും ചിമ്മിനി വനപ്രദേശവും മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്ന തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമം വേലുപാടം. പാവപ്പെട്ട മലയോര കർഷകരും തോട്ടം തൊഴിലാളികളും കൂപ്പ് തൊഴിലാളികളുമുള്ള ഈ ഗ്രാമത്തിന് ആശ്രയവും അനുഗ്രഹവുമായി മാറുന്ന തീർത്ഥകേന്ദ്രം വേലുപാടം സെന്റ് ജോസഫ് ശ്രൈൻ. 800ഓളം കുടുംബങ്ങളുള്ള ഈ ഇടവക വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്താൽ തൃശൂർ അതിരൂപതയിൽ പ്രസിദ്ധമാണ്. ഞങ്ങൾ നിൻ തിരുമുൻപിൽ കനിയൂ സ്നേഹപിതാവേ, ഞങ്ങൾക്കു മാധ്യസ്ഥമേകൂ. വേലുപാടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം കുടിയേറ്റക്കാരും തോട്ടം തൊഴിലാളികളും കൂപ്പ് തൊഴിലാളികളും അടങ്ങിയ ജനങ്ങളാണ്. ഈ മലയോര കർഷകരുള്ള ഈ പ്രദേശത്തുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ആത്മീയ ജീവിതം അവർക്ക് വേണ്ടി നടത്തുവാനായി അവർ വളരെ അകലെയാണ് അവർ പോയിരുന്നത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലേക്കാണ് അവർ പോയിരുന്നത്. ദീർഘദൂരം യാത്ര ചെയ്യുക എന്നുള്ളത് രോഗികൾക്കും പ്രായം ചെന്നവർക്കും ഏറെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ഈ പ്രദേശത്ത് തന്നെ ഒരു ദേവാലയം പണിതുയർത്തേണ്ടത് അവരുടെ ആവശ്യമായി വന്നു. ആ അവസരത്തിലാണ് ഇഞ്ചുകൊണ്ട് ദേവാലയത്തിലെ ഇടവവികാരിയായിരുന്ന ഫാദർ ജോർജ് കണ്ണാത്തച്ചൻ, അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ അതിർത്തി വരെ അദ്ദേഹം വരികയും ഇവിടെയുള്ള ജനങ്ങളെ കണ്ട് ഇവരുടെ ആവശ്യം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഒരു ദേവാലയം പണിയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ ഇവിടെ വേലുപാടം പ്രദേശത്ത് തന്നെ ഇവിടുത്തെ ആളുകളുടെ സഹകരണത്തോടുകൂടി 1969 ഇവിടെ ഒരു ദേവാലയത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഈ ദേവാലയത്തിൻ്റെ സ്ഥാപക പിതാവും ആദ്യത്തെ വികാരിയുമായത് ജോർജ് കണ്ണാത്തച്ചനാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഈ ദേവാലയം പണിയുകയും ഈ ദേവാലയത്തിന് മുമ്പാകെ ഒരു ഔസേപ്പ് പിതാവിൻ്റെ ഒരു രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തൊഴിലാളികളുടെ മധ്യസ്ഥനായ മാർ യൗസേപ്പ് പിതാവിൻ്റെ ഒരു രൂപമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ച് ക്ഷീണിതനായി തിരിച്ചു വരുന്ന ഒരു അപ്പൻ്റെയും മകൻ്റെയും ചിത്രം ഔസേപ്പ് പിതാവിൽ ദർശിക്കുവാൻ ജനങ്ങൾക്ക് ഇടയായി. തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപ്പ് പിതാവ് തൊഴിൽ സാധനങ്ങളും അടങ്ങിയ ഒരു സഞ്ചിയും ഏന്തി കൂടെ മകനും ആ ആയുധങ്ങളും ഏന്തി നിൽക്കുന്ന ഒരു ചിത്രം എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു രൂപമായിരുന്നു. അന്നു മുതൽ ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ദേവാലയം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പ്രസിദ്ധമായി. പിന്നീട് ഈ ദേവാലയം കൂടുതൽ വലുതായി പണിയുവാനായിട്ട് ആഗ്രഹിച്ചു. ഇവിടെ ഫാദർ ആൻ്റണി ചെറയത്ത് എന്നു പേരുള്ള അച്ഛനാണ് ഇവിടെ വികാരിയായി മാറി വന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ഈ ദേവാലയം നവീകരിക്കുകയും ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം അദ്ദേഹം പണി കഴിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കപ്പേള ഈ മാതൃകയിൽ പണി കഴിപ്പിക്കുവാനായിട്ട് ഇടയായത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയായി പറയുകയാണെങ്കിൽ എല്ലാ വർഷത്തിലും മാർച്ച് മാസം 19-ാം തീയതി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ധാരാളം തീർത്ഥാടകർ ഇവിടെ വരികയുണ്ട്. അതുപോലെ എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ പ്രത്യേകമായ ബുധനാഴ്ച ആചരണം നടത്തി വരുന്നു. ബുധനാഴ്ച തോറും പ്രത്യേകമായ ദിവ്യബലിയും നൊവേനയും ലതീഞ്ഞും നടക്കുന്നു. എൻ ജീവിതത്തിൽ ഏറിടുമ്പോ ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണം കഴിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 1000-ന് മുകളിൽ ആളുകൾ ഇവിടെ വന്ന്
ഇവിടുത്തെ പ്രാർത്ഥനയിലും തിരുക്കർമ്മങ്ങളിലും ഈ ഊട്ടുസദ്യയിലും പങ്കുചേരുന്നുണ്ട്. ഈ ഊട്ട് തുടങ്ങിയ മാളിയേക്കൽ ഉള്ളപ്പോഴാണ് ഈ ഊട്ട് തുടങ്ങിയത്. അതങ്ങനെ പുരോഗമിച്ചു. അതിൻ്റെ കൂടുതൽ ഉന്നതിയിലേക്ക് വരാനുള്ള ഏക ഒരു മാർഗം കണ്ട് തെക്കേക്കരച്ച് വന്നതിന് ശേഷമാണ് പിതാപാത മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങിയത്. അന്ന് തുടങ്ങിയ ഒരു ഊട്ട് സന്നദ്ധത നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ കൂടുതൽ അനുഭവങ്ങൾ കിട്ടി, ജനങ്ങൾ അധികം വന്ന് ഇവിടെ ധാരാളം അനുഭവങ്ങൾ കിട്ടി തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അനവധി വിശ്വാസികൾ വരികയും ഈ ഊട്ട് സന്നദ്ധത കൊണ്ട് മാത്രം തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വരികയുണ്ടായി. ഈ അടുത്ത കാലഘട്ടത്തായിട്ട് പുതിയൊരു ഊട്ട് സന്നദ്ധന രൂപീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട തോമസ് ചൂണ്ടലച്ചൻ പറയുകയുണ്ടായി. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ലാസ്റ്റ് 25 പേരടങ്ങുന്ന ഒരു ഊട്ട് സന്നദ്ധന രൂപീകരിക്കും. ആ രൂപീകരിച്ച ശേഷം 8 മാസമായി ഇത് തുടങ്ങിയിട്ട്. ഈ സേനയിൽ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ സ്നേഹത്തോടും ഭക്തിയോടും കൂടിയാണ് ഈ ഊട്ട് സന്നദ്ധ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ വന്ന ഓരോ വ്യക്തികൾക്കും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം തന്നെ എടുത്തു പറയാം. എനിക്ക് ഒരു നെഞ്ഞത്ത് വേദന വരികയുണ്ടായി. അത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി നോക്കിയപ്പം ഇത് ഹാർട്ടിൽ കഫക്കെട്ടാണ് എന്ന് പറയുകയും അതിന് ഞാൻ ഭയപ്പെടുകയുണ്ടായി. വീണ്ടും ഔസേപ്പ് പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഹാർട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഹാർട്ട് ഡോക്ടറെ കാണുകയും പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അവിടെ പരിശോധിച്ചപ്പോൾ എനിക്ക് യാതൊരു ഹാർട്ടിനെ സംബന്ധിച്ചൊരു കംപ്ലൈൻറ്റും ഇല്ല, നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയുണ്ടായി. അതിന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടുകയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങൾക്കും അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ കഷ്ണങ്ങളരിയുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ കൂടിയാണ് എല്ലാം ഇവിടെ നേട്ടങ്ങൾ ഞാൻ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വികാരിയച്ഛൻ്റെയും ഇവിടുത്തെ കൊച്ചച്ഛൻ്റെയും എല്ലാ സഹകരണവും ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ അംഗീകാരം ഈ ഊട്ട് സന്നദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്ര ആരോഗ്യക്കുറവുണ്ടെങ്കിലും ആ ദിവസങ്ങളിൽ ബുധനാഴ്ച വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല ആരോഗ്യം, നല്ല സുഖ സൗകര്യങ്ങളാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ പങ്കെടുക്കാനും പ്രവർത്തിക്കാനും വേണ്ട അനുഗ്രഹങ്ങളും കഴിവുകളൊക്കെ സാധാരണ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നും നല്ല സുഖമായിട്ട് യാതൊരു വക പ്രയാസമില്ലാണ്ട് ഇത്രയും പ്രായമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ 10-11 കൊല്ലമായി തുടങ്ങിയിട്ട് യാതൊരു വക പ്രയാസവും ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പോഴും നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചകളിലും വേലുപ്പാടത്ത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ട് നടത്തി വരുന്നു. അതിനുവേണ്ടി ഓരോരുത്തർ പണം സ്പോൺസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനാണ് സ്പോൺസർ ചെയ്യുന്നത്. അനുഗ്രഹങ്ങൾ കിട്ടാത്തവർ അനുഗ്രഹത്തിന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നവരുമുണ്ട്. 2018 വരെയുള്ള എല്ലാ ബുധനാഴ്ചകളിലും ഊട്ടിനുള്ള പൈസ ഇപ്പോൾ തന്നെ ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കുടുംബം പോലെയാണ് ഒരു ഊട്ട് സന്നദ്ധ സേന നടത്തുന്നത്. ഓരോരുത്തരുടെ വീട്ടിലെ ആവശ്യങ്ങളും അതുപോലെ അവരുടെ അപേക്ഷകൾക്കൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഞാനിവിടെ മാളിയേക്കൽ ജോസച്ചൻ തുടങ്ങി വെച്ച ഊട്ട് സന്നദ്ധ സേനയിലെ ഒരംഗമാണ്. ഞാൻ വരുമ്പോൾ എനിക്ക് ഒരു 50 വർഷത്തോളമായി വലിവ് രോഗിയാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വലിവ് രോഗം ഉണ്ടായിട്ടില്ല.
എല്ലാ വർഷവും ആഗസ്റ്റ് 15-ാം തീയതി ഇവിടുത്തെ ഏറ്റവും വലിയ ഊട്ട് തിരുനാൾ ഇവിടെ കൊണ്ടാടുന്നു. 25,000-നും 30,000-നും ഇടയിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ തീർത്ഥാടകരായിട്ട് വന്നു ചേരുകയും ഇവിടെ തിരുകർമ്മങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും മെയ് മാസം ആദ്യ ഞായറാഴ്ചയാണ് ഇവിടുത്തെ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ. സെബസ്ത്യാനോസിൻ്റെ തിരുനാളും സംയുക്തമായിട്ട് കൊണ്ടാടുന്നു. അങ്ങനെ വർഷത്തിൽ 3 തിരുനാളുകളാണ് ഇവിടെ പ്രധാനമായും ആഘോഷിച്ചു വരുന്നത്. ഏതു തൊഴിലും മഹത്വപൂർണമാണെന്ന് ധ്വനിപ്പിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും കൊട്ടുവടിയും മറ്റുപകരണങ്ങളും വഹിച്ചു നിൽക്കുന്ന രൂപം വിശ്വാസികൾക്ക് ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള മാധ്യമമാണ്. അനുഗ്രഹപ്രാപ്തി കൈവരിക്കുന്നവർ ഈ രൂപത്തിന് മുന്നിൽ പല രീതിയിലുമുള്ള നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു വരുന്നു. എൻ്റെ പേര് സിനി, ഭർത്താവിൻ്റെ പേര് തങ്കച്ചൻ, സ്ഥലം വേലുപ്പാടം. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 4ാമതൊരു ആൺകുട്ടിക്ക് വേണ്ടി ഔസേപ്പിതാവിൻ്റെ അടുത്ത് 5 ബുധനാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ ജോസഫ് എന്ന് പേരിടാമെന്ന് നേർന്നിരുന്നു. 4ാമത് ഞങ്ങൾക്ക് ഔസേപ്പിതാവ് ഒരു ആൺകുട്ടിയെ തന്ന് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടുത്തെ ഔസേപ്പുണ്യാളിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെയൊക്കെ ജീവിതത്തിൽ വാസം പറഞ്ഞാൽ ഞാൻ ഇത്ര വരെ എത്തും എന്നൊക്കെ എനിക്ക് പ്രതീക്ഷിക്കാൻ തെറ്റിയത്. ഔസേപ്പുണ്യാളിനെ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഔസേപ്പുണ്യാളിനെ എൻ്റെ ജീവിതത്തിൽ എല്ലാ വശങ്ങളിലും എല്ലാ ദിവസവും ഒരു പ്രത്യേകതമായിട്ടൊന്നും പറയാനില്ല, എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ സഞ്ചരിച്ചത്. അതൊക്കെ ഞാൻ വിജയകരമായി എത്തി എന്ന് എനിക്ക് സമാധാനിക്കാം. ഒരു മലയോര മേഖലയിൽ ഒരു സാധാരണ കർഷകൻ്റെ മകനായിട്ടുള്ള ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈ വേലുപ്പാട് ഔസേപ്പിതാവിന് സമർപ്പിക്കുകയും എനിക്ക് ദൈനംദിനം എന്നോണം ഉള്ള ഒട്ടുമിക്ക ആവശ്യങ്ങളും തന്നെ ഔസേപ്പിതാവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് സഹായത്താൽ ഞങ്ങളുടെ കുടുംബത്തിനായുള്ള മൊത്തം വളർച്ചയ്ക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും പ്രാർത്ഥനകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വിസിറ്റിംഗ് വിസയിൽ ജോലിക്കായി ദുബൈക്ക് അനിയൻ്റെ അടുത്ത് കയറി ചെല്ലുകയും 2 മാസത്തോളം ജോലിയില്ലാതെ അവിടെ നിന്ന് ചിരിത്തിരികയും ആ സമയത്ത് ഔസേപ്പുണ്യാളിനോട് ഞാനും കുടുംബവും തീവ്രമായി പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായിട്ട് മോന് നല്ല നിലയിലുള്ള ഒരു ജോലി തന്നെ ലഭിക്കുകയും അത് തീർച്ചയായും യേശുപിതാവിൻ്റെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച് കൂട്ടിയുള്ള ഏറ്റവും വലിയൊരു അനുഭവമാണ് എനിക്ക്. 3 ആൺമക്കളാണ്. അതിലൊരാൾ ഒരു വൈദികനാകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ മുട്ടിപ്പായി യേശുപിതാവിനെ പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ പ്രാർത്ഥനയും ദൈവം യേശുപിതാവിലൂടെ അനുഗ്രഹമായി തരികയും എൻ്റെ 2ാമത്തെ മകൻ CMI സഭയിൽ വൈദികനായിട്ട് CMI സഭയുടെ പുല്ലൂരിൽ ഒരു ആശ്രമത്തിലെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സെന്റ് ജോസഫ് ഷ്രൈൻ വേലുപാടം ഗ്രാമത്തിൻ്റെ ആത്മീയ പുരോഗതി മാത്രമല്ല, നാടിൻ്റെ വികസനത്തിനും കാരണമായി. സെന്റ് ജോസഫ്സ് സ്കൂൾ, സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതിനൊരു ഉദാഹരണം മാത്രം. വേലുപാടം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ മുഖ്യ പ്രതിഷ്ഠാരൂപം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രൂപമാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ് കൂടെ
ഈശോയും കൂടി നിൽക്കുന്ന രൂപം ഏറെ മനുഷ്യരുടെ ഹൃദയങ്ങളെ ആകർഷിച്ചുള്ള രൂപമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് ഈ വേലുപ്പാടം പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ച അന്നു മുതൽ തന്നെ ധാരാളം ആളുകൾ ഈ രൂപത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഏറെ ആശ്വാസം കണ്ടെത്തിയിരുന്നു. ഈ ദേവാലയം ആരംഭിച്ചതിന് ശേഷം ഈ രൂപത്തിൻ്റെ മുന്നിൽ നിന്നും 1.5 ഫർലോങ് മുമ്പോട്ട് പോയാൽ ഫോറസ്റ്റാണ്. അവിടെ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടതായും ധാരാളം ആളുകൾ ആ ഉറവിൽ നിന്നും വെള്ളം കുടിക്കുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്തതായിട്ടുള്ള സാക്ഷ്യം ഒത്തിരിയേറെ അനുഭവസ്ഥർ ഇവിടെ പറയുന്നുണ്ട്. ഈ ദേവാലയം വെഞ്ചരിക്കുന്ന ദിവസം ആഗസ്റ്റ് 15 അതുകൊണ്ടാണ് ആഗസ്റ്റ് 15 ആ തിരുനാൾ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാളായി കൊണ്ടാടുവാനിടയായത്. മാത്രമല്ല, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം അനേകർക്ക് ഒന്നിച്ചുകൂടുവാൻ സൗകര്യപ്രദമായ ദിവസം എന്നതിൻ്റെ പേരിലും ആഗസ്റ്റ് 15 ഇവിടുത്തെ വലിയ ഊട്ടുതിരുനാളായി കൊണ്ടാടുന്നു. ഈ കപ്പേളയിലെ വിശുദ്ധൻ്റെ രൂപം ഒരു അത്ഭുത രൂപമായിട്ട് അനേകർക്ക് അനുഭവ സാക്ഷ്യമുണ്ട്. തൊഴിലാളികൾ മധ്യസ്ഥനായതുകൊണ്ട് തൊഴിലാളികളോട് പ്രത്യേകമായ ഒരു മമതയും സ്നേഹവും വിശുദ്ധ ഔസേപ്പ് പിതാവ് പ്രകടിപ്പിച്ചു വരുന്നു. അനേകം ആളുകൾ തൊഴിൽ ലഭിക്കാതെ വരുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നല്ല തൊഴിൽ കിട്ടി നന്ദി പറയുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയുടെ പൂർണ്ണത ഇന്ന് ഭക്തജനങ്ങൾ കണ്ടെത്തുന്നത് പിതാവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 10 മുഹൂർത്തങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ്. പിതാപാത എന്ന പേരിൽ അറിയപ്പെടുന്ന ധ്യാനചിന്തകളോടുകൂടിയ നൊവേന യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. സംശയക്കയത്തിൽ തുടിക്കുന്ന വിശുദ്ധ യൗസേപ്പിന്റെ ആകുലത, വിശുദ്ധ യൗസേപ്പിന്റെ വിവാഹം ഭൂമിയിലെ സ്വർഗം, ബെത്ലഹത്തിൽ തിരസ്കരണവും കാലിത്തൊഴുത്തിലെ യേശുവിന്റെ ജനനവും, വിശുദ്ധ യൗസേപ്പിന്റെ വിനീത കാണിക്ക, ശത്രുകരങ്ങളിൽ നിന്ന് യേശുവിനെ രക്ഷിക്കുന്ന വിശുദ്ധ യൗസേപ്പ്, നീതിമാനായ വിശുദ്ധ യൗസേപ്പ്, തിരുകുടുംബത്തെ പോറ്റുന്ന വിശുദ്ധ യൗസേപ്പ്, യേശുവിനെ അന്വേഷിച്ചിറങ്ങിയ വിശുദ്ധ യൗസേപ്പ്, ഭാഗ്യമരണം പ്രാപിക്കുന്ന വിശുദ്ധ യൗസേപ്പ്, സാർവത്രിക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് എന്നിങ്ങനെയുള്ള ജീവിത മുഹൂർത്തങ്ങളാണ് പിതാപാതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ മുൻ വികാരിയായിരുന്ന ജോസ് തെക്കേക്കരച്ചനാണ് ഈ പിതാപാതയുടെ ഈ സ്കെച്ച് വരയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിന് പ്രകാരം ഒരു 10 സ്കെച്ച് വരച്ച് അച്ഛനെ കാണിക്കുകയുണ്ടായി. അപ്പോൾ അതിന് പ്രകാരമാണ് ഈ പിതാപാതയുടെ ആരംഭം ഉണ്ടായിരിക്കുന്നത്. ഔസേപ്പിതാവിൻ്റെ ഈ മഹനീയ ഈ ഉദ്യമത്തിൽ പങ്കാളിയായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉടനീളം വളരെയധികം ഉയർച്ചകളെ എനിക്കുണ്ടായിട്ടുള്ളൂ. ആ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഔസേപ്പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. വേദപാരംഗതനായ തോമസ് അക്വീനാസ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: വിശുദ്ധർ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തമ്പുരാൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന്. ഒരുപാട് ആളുകൾ തങ്ങളുടെ വ്യക്തിപരമായ വിവിധ നിയോഗങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിനെ ഇവിടെ തിരിച്ചറിയാനായി കഴിയുകയായിരുന്നു. ആവശ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വിശ്വാസ സമൂഹം വേലുപ്പാടം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് അണയുമ്പോൾ അത് വരും തലമുറയുടെ ക്രൈസ്തവ ദർശനത്തിന്
കൂടുതൽ തെളിച്ചമേകുകയാണ്. ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും ജീവനും ജീവിതവും കാത്തു സംരക്ഷിച്ച തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പിതാവിനെ നമ്മുടെ കുടുംബത്തിനും സംരക്ഷണത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും മധ്യസ്ഥനായി സ്വീകരിക്കാം. ഈ യൗസേപ്പിതാവിൻ്റെ രൂപം വളരെയേറെ പ്രശസ്തമാകുവാൻ കാരണം തൊഴിലാളികൾ തന്നെ പരസ്പരം പറയുകയും തൊഴിലാളി മധ്യസ്ഥൻ തൊഴിലാളികൾക്ക് വേണ്ടി എന്നു നിലകൊള്ളുന്നു എന്നുള്ള അനുഭവമാണ് അതിന് കാരണമായി തീർന്നത്. തൊഴിലാളി മധ്യസ്ഥനും തിരുസഭാ പാലകനും കന്യകളുടെ കാവൽക്കാരനും നന്മരണത്തിൻ്റെ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പിതാവിനോട് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിർമ്മലനാം നീതിമാനാം യൗസേപ്പിതാവേ, യൗസേപ്പിതാവേ, നിർമ്മലനാം നീതിമാനാം യൗസേപ്പിതാവേ, യൗസേപ്പിതാവേ,